നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഈ സമയം ദൈവസന്നിധിയിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ നൽകിയ ഭാഗ്യ അവസരത്തിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. എൻ്റെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്, അങ്ങ് എത്ര വിശ്വസനായ ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനുള്ളിൽ ഇതുവരെയും അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ വിശ്വസ്തതയെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ കർത്താവേ, സ്നേഹത്തെ ഞങ്ങൾ ഈ സമയം ധ്യാനിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ വചനം ശ്രവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കണേ കർത്താവ്. ഈ ഒരു പുതിയൊരാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ആഴ്ചയായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവേശുവിൽ മീറ്റ് ചെയ്യുന്ന ഒരു ആഴ്ചയായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ക്രിസ്തുവേശുവിൽ പരിഹരിക്കപ്പെടുന്ന ഒരു ആഴ്ചയായി തീരട്ടെ. എല്ലാ പ്രയാസങ്ങളും യേശു ക്രിസ്തുവിൽ നീങ്ങുന്ന ഒരാഴ്ചയായി തീരട്ടെ. ഞങ്ങൾ പരിപൂർണമായും ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിയണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ സന്തോഷമാണ് നിങ്ങളോട് കൂടെ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുകയും ദൈവവചനം ധ്യാനിക്കുവാനും കിട്ടിയ ഈ അവസരം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഒരു നല്ല ഒരാഴ്ച നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ചില പാട്ടുകൾ പാടി നമുക്ക് നമ്മുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേലിടണേ. ഭിന്നതമേ ദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേലിടണേ. ഭിന്നതമേ ദ്വേഷം ഇല്ലാതെ ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതോ എന്നും കൃപയാ. എന്നാലും സാധു ഞാൻ സന്നിധി നിന്നതോ യേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ക്രിസ്തീയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. ക്രിസ്തീയതാണെന്നെ നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം വേറെ സഹിച്ചു ഞാൻ എത്ര കാത്തിടണം. നിന്ന പരിഹാസം വേറെ സഹിച്ചു ഞാൻ എത്ര കാത്തിടണം.
ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും നാം നാളിൽ, ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും നാം നാളിൽ. എന്നീ പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശേറിടുന്നേ. എന്നീ പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശേറിടുന്നേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, എനിക്കായൊരുക്കിയ ദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം.
മരിച്ചവരങ്ങ് മഷിഹായോടു വാഴും ആ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീടി കൊണ്ടു മരിച്ചവരങ്ങ് മഷിഹായോടു വാഴും ആ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മൽപ്രേമ കാന്തനെ കാണാം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ നാമത്തിന് ഈ സമയം മഹത്വം കരയേറ്റുന്നു. നിങ്ങളോട് കൂടെ ദൈവവചനവുമായി ആയിരിക്കുവാൻ എനിക്ക് കർത്താവ് നൽകിയ ഭാഗ്യ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ ഈ സമയം വായിക്കുകയാണ്. അവനിൽ ലജ്ജിച്ചു പോകുന്ന ഒരുത്തനും അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതി അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ദേശങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവ സഭയുടെ വിടുതലിനായി, ദൈവമക്കളുടെ കർത്താവെ സ്തോത്രം, ആശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്താൽ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, മാതൃരാജ്യമായ ഇന്ത്യ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേരളത്തിൽ കർത്താവെ ഹല്ലേലൂയ പ്രയാസങ്ങൾ കൂടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ദേശങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. കർത്താവെ, വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. വചനത്തെ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ യഹൂദന്മാർ അംഗീകരിക്കുന്നതിനെ കുറിച്ച്, യഹൂദന്മാർ അതിനെ തിരസ്കരിക്കുന്നതിനെ കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ്. 9-ാമത്തെ വാക്യത്തിൽ എങ്ങനെ രക്ഷിക്കപ്പെടാമെന്നുള്ളത് വളരെ സിമ്പിൾ ആക്കി അവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ ഇത്രയും ലളിതമായി ഒരു രക്ഷിക്കപ്പെടലിനെ കുറിച്ച് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അംഗീകരിച്ചു കൊടുക്കുവാൻ പറ്റാത്ത കാര്യമാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകിട്ട് കിടക്കുന്ന സമയം വരെയും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അതിന്റെ കൃത്യ രീതിയിൽ അവരത് ആചരിച്ചതിന് ശേഷവും രക്ഷയുടെ ഉറപ്പില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയാണ് യഹൂദന്മാർ. എന്നാൽ അവരെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്ന് കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ ഒരു കാര്യം അവർക്ക് വളരെ ലളിതമായതിനാൽ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിശ്വാസ മാർഗം എന്ന് പറയുന്നത് ഇത്രയും ലളിതമായി നമ്മുടെ മുമ്പിൽ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസ മാർഗത്തെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം
അവർ ഒരിക്കലും അത് അംഗീകരിക്കുവാൻ തക്ക യോഗ്യതയുള്ള ഒരു വചനമായി അവർ കണ്ടില്ല. അതൊരു നിസ്സാരമായ ഒരു വിശ്വാസമായും അതിലൂടെ രക്ഷ നേടുവാൻ അസാധ്യമായ ഒരു കാര്യമായും അവർ ഈ സുവിശേഷത്തെ കാണുകയാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ദൈവം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് ഒരുവനും ലജ്ജിച്ചു പോകയില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16 പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. വീണ്ടും 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും രക്ഷിക്കപ്പെടുമെന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:32 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ വിശ്വസിച്ചാൽ മതി, പ്രൈസ് ലോർഡ്, വിളിച്ചപേക്ഷിച്ചാൽ മതി, രക്ഷിക്കപ്പെടും, അനുഗ്രഹം പ്രാപിക്കാമെന്ന് ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ ദൈവദാസൻ ഇവിടെ പ്രഘോഷിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ഞങ്ങള് ഇവിടെ പറയുന്ന ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ അവസ്ഥ എത്രയോ മോശമായിട്ടുള്ളൊരു അവസ്ഥയായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കുവാൻ പറ്റാത്ത ഒരു ഡിസ്കറേജ്മെന്റിൽ, ഡിസപ്പോയിന്റ്മെന്റിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആമേൻ ചില കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വിശ്വസിക്കുക, വിളിച്ചപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്രയോ വളരെ ആമേൻ ലളിതമായിട്ടാണ് ഈ യേശുവിന്റെ സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ നിന്ന് മുഴങ്ങുന്നത്. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കുവാൻ പറ്റുമോ? അതെ, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ ആ കാര്യങ്ങളും, ആ പ്രോമിസസിനെ എല്ലാം നിങ്ങൾക്കൊന്ന് വിശ്വസിക്കുവാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ കർത്താവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ പറ്റുമോ? മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നിങ്ങൾ നിർത്തിയതിനു ശേഷം ആ യേശു കർത്താവിനെ ആമേൻ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ പറ്റുമോ? വിളിച്ചപേക്ഷിച്ചാൽ ഏവനും രക്ഷിക്കപ്പെടുമെന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ലോകത്തെ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഡിസപ്പോയിന്റ്മെന്റ്സ് ആണ്, ഡിസ്കറേജിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്, നിരാശപ്പെടുത്തുന്ന, ധൈര്യം കുറഞ്ഞു പോകുന്ന, ധൈര്യത്തെ കളയുന്ന സാഹചര്യങ്ങൾ, വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ആമേൻ. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സന്ദേശം എന്ന് പറയുന്ന ഇതാണ്, ഹാവ് ഹോപ്പ് ഇൻ ജീസസ്. യേശു ക്രിസ്തുവിൽ ആ പ്രൈസ് ലോർഡ് സ്തോത്രം ആ ഒരു പ്രതീക്ഷയുള്ളവരായിരിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. ഞാൻ ആമേൻ ഇന്നത്തെ ഈ വചനം പറയുന്ന സമയത്ത് ആമേൻ കർത്താവ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് നൽകിയ ഒരു വാക്യത്തെ ഞാൻ നിങ്ങളുടെ ബലത്തിനായി പറയുകയാണ്. നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ, അവനിൽ നിന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാകും. ആമേൻ. സങ്കീർത്തനം 68:19 വാക്യം ഇങ്ങനെയാ പറയും, നമ്മുടെ രക്ഷയായ ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. ആ രക്ഷയാകുന്ന ദൈവത്തിന്റെ രക്ഷ നമ്മൾ റിസീവ് ചെയ്യുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവനെ വിശ്വസിക്കണം. അവനെ വിശ്വസിക്കുന്ന സമയത്ത്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഇന്ന് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളത് ഒരു ഭാരത്തിന്റെ മേലായിരിക്കാം. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഈവനിങ് നിങ്ങൾ അവസാനിക്കുവാൻ പോകുന്ന ഒരു ഭാരം കൊണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഭാരങ്ങളെ നാൾതോറും ആമേൻ സ്തോത്രം ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഒരേ ഭാരത്തെ രണ്ടുപേര് ചുമക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ദിനംതോറും ചുമക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാരത്തെ രാവിലെ തൊട്ട് അതിനെ ചുമക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ അതിന്റെ ആ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ. നിങ്ങൾ ചുമക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ചുമന്നുകൊണ്ടിരിക്കുന്ന പല ഭാരങ്ങളും കർത്താവ് ഏറ്റെടുത്ത ഭാരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കൊണ്ടു നടക്കുകയാണ്. എന്നാൽ അതിനെ കർത്താവിനൊന്ന് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കർത്താവ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ആമേൻ സ്തോത്രം ആമേൻ ആ ഒരു വലിയ അഭയസ്ഥാനമായി നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് പറയുക, ഗീവ് ദാറ്റ് ബർഡൻ ടു മീ. എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇന്ന്? നിങ്ങളുടെ ആ പ്രതികൂലം എന്താണ്? അതിനെ നമ്മുടെ കർത്താവിനൊന്ന് കൊടുക്കാൻ പറ്റുമോ? സ്തോത്രം. എന്നിട്ട് ഇങ്ങനെ പറയാം, നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. അവൻ ഉയർത്തേണ്ടതിനെ ഉയർത്തുകയും താഴ്ത്തേണ്ടതിനെ താഴ്ത്തുകയും ചെയ്യും. അവന് നീക്കേണ്ടതിനെ നീക്കുകയും കൊണ്ടുവരേണ്ടതിനെ കൊണ്ടുവരികയും ചെയ്യും. അവൻ തന്റെ ജനത്തെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ആര് മരിക്കണം, ആര് മരിക്കണ്ട, ആരുടെ മേലുള്ള മരണം നീങ്ങിപ്പോകണം, ആരുടെ മേലുള്ള മരണം വന്നു കയറണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ദൈവമാണ്. എന്നാൽ ദൈവമക്കളുടെ രക്ഷയുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എത്ര പ്രാവശ്യം
മരണപാശങ്ങൾ നമ്മളെ ചുറ്റിയ സമയത്ത് എത്ര പ്രാവശ്യം നമ്മളെ ആ നീക്കുപോക്കിന്റെ ശുശ്രൂഷ നമ്മുടെ മേൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്ന് നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവനിൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ക്യാൻ യു ബിലീവ് ഇൻ ജീസസ്? യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നീ വിശ്വസിച്ചാൽ നീ ലജ്ജിച്ചു പോകയില്ല. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നീ വിളിച്ചപേക്ഷിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. സ്തോത്രം. സങ്കീർത്തന പുസ്തകം നമ്മൾ ആമേൻ വായിക്കുന്ന സമയത്ത് ആമേൻ സ്തോത്രം നമുക്ക് അനേകം ആമേൻ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. സങ്കീർത്തനം ആമേൻ സ്തോത്രം 34:22 ഇങ്ങനെയാ പറയുന്നത്: യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. അപ്പോൾ പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നത് അവനെ ശരണം അനുഭവിക്കുക, അവനിൽ വിശ്വസിക്കുക. അങ്ങനെയുള്ളവരൊന്നും എന്ത് ചെയ്തില്ല, ശിക്ഷ അനുഭവിക്കില്ലെന്നാ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആമേൻ ഒരു പാപത്തിന്റെ ശിക്ഷയും ഒരു മരണത്തിന്റെ പണിഷ്മെന്റും ഒരു സാഹചര്യങ്ങളുടെ പണിഷ്മെന്റും ആമേൻ ഒരു മഹാമാരിയുടെ പണിഷ്മെന്റും ആമേൻ സ്തോത്രം ഒരു എക്കോണമിയുടെ പണിഷ്മെന്റും ഒരു കമ്പനിയുടെ പണിഷ്മെന്റും അവനെ ശരണമാക്കുന്നവർക്കില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നതാണ്. ഒരുപക്ഷെ നീ ഒരു പണിഷ്മെന്റ് പേടിച്ചിരിക്കുകയായിരിക്കാം, ജോലി സ്ഥലത്ത് ഒരു പണിഷ്മെന്റ് ഭയന്നിരിക്കുകയായിരിക്കാം. എന്നാൽ നീ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ, കർത്താവിനെ ഒന്ന് ആശ്രയിച്ചാൽ, ഒരു കമ്പനിക്കും ഒരു സ്ഥിതിക്കും ഒരു സ്ഥിതിവിശേഷത്തിനും നിന്നെ പണിഷ് ചെയ്യുവാൻ സാധ്യമാവുകയില്ല. എന്റെ കർത്താവ് നിന്നെ രക്ഷിച്ചാൽ, എന്റെ കർത്താവ് നിന്നെ വീണ്ടെടുത്താൽ, നിന്നെ ആമേ സ്തോത്രം പുറം ചവിട്ടുവാൻ, നിന്നെ മാറ്റി നിർത്തുവാൻ, നിന്നെ പുറകിലേക്ക് മാറ്റി നിർത്തുവാൻ ഈ ലോകത്തുള്ള ഒരു സിസ്റ്റത്തെയും ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്ന സമയത്ത് 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങൾ ഉണരുന്ന സമയത്ത്, നിങ്ങൾ ആമേ സ്തോത്രം ഈ രാത്രി നിങ്ങൾ റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വചനം ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുവാൻ സാധ്യമായി തീരും. ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകളുടെ ഇടയിൽ, ജോലിക്കിടയിലായിരിക്കാം നിങ്ങൾ ഇത് കേൾക്കുന്നത്. ഭാരപ്പെടേണ്ട ആവശ്യമല്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എത്രയോ ആനന്ദകരമാണ് ഈ വചനം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആമേൻ താഴോട്ട് ഇങ്ങനെയാ പറയുന്നത്: അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിനരികെ ഒരു വൃക്ഷം നട്ടാൽ ആറ്റരികെ അതിന്റെ വേര് ഊന്നിയിരിക്കുന്നുവെങ്കിൽ ആ വൃക്ഷത്തിന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എവിടെ നിന്ന് വെള്ളം വരുമെന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി റെഡീംഡ്, അത് ഓൾറെഡി സിറ്റുവേറ്റഡ് ഇൻ എ ഫ്ലറിഷിംഗ് ലാൻഡ്. അത് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഫലഭൂയിഷ്ടമായ ആമേൻ സ്ഥലത്ത് തന്നെയാണ്. സ്തോത്രം. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. ഉഷ്ണം തട്ടും, ഉഷ്ണം വരും, സൂര്യൻ ഉദിക്കും, ശക്തമായ ടെമ്പറേച്ചർ ഉണ്ടാകും, എന്നാൽ പേടിക്കില്ല. കാരണം അതിന്റെ റൂട്ട് ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതിന്റെ ഇല പച്ചയായും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അപ്പോൾ വരൾച്ചയുള്ള സമയങ്ങൾ എല്ലാ വൃക്ഷങ്ങൾക്കും ഉള്ളതുപോലെ ഈ വൃക്ഷത്തിനും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വാട്ടമുള്ള അനുഭവങ്ങൾ, ആമേൻ, സൂര്യന്റെ ചൂട് എല്ലാ വൃക്ഷങ്ങൾക്കും തട്ടുന്നത് പോലെ ഈ വൃക്ഷത്തിനും തട്ടും. എന്നാൽ ഈ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വൃക്ഷം വിളിച്ചപേക്ഷിക്കുന്ന വൃക്ഷമാണ്. ഇത് വിശ്വസിക്കുന്ന വൃക്ഷമാണ്. ദൈവവേദിയിലെ ആമേൻ സ്തോത്രം. മറ്റുള്ളവർക്ക് ആമേൻ ഉള്ള എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവമക്കളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. എന്നാൽ നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് ശിക്ഷയുണ്ടാവുകയില്ല. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ we don't need to worry about anything. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണിത്. ഇതിനകത്ത് ആമേൻ സ്തോത്രം മാർക്കറ്റിന്റെ ആമേൻ എക്കോണമിയുടെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇതിനകത്തെ ആമേൻ നിന്റെ മൂല്യത്തെ കുറയ്ക്കുവാൻ സാധ്യമാവുകയില്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിനക്കുള്ള നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ആമേൻ. അത് എപ്പോഴും അതിന്റെ മൂല്യം കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ നമുക്ക് നാളെയെ ചൊല്ലി നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ രക്ഷ വരുന്നത് നമ്മുടെ കർത്താവിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, ആ ക്രൂശിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്രൂശിൽ യേശു കർത്താവിനോടുകൂടി ഏറ്റവും ചേർന്ന് കിടന്നത് 2 കള്ളന്മാരാണ്. വലതുവശത്തും ഇടതുവശത്തും കിടന്ന കള്ളൻ, ഇടതുവശത്ത് കിടന്ന കള്ളൻ. ആമേ സ്തോത്രം. നമ്മൾ നോക്കുകയാണെങ്കിൽ ആമേ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയുന്നുണ്ട്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അപ്പൊ നോക്കുക, യേശു കർത്താവിന്റെ ക്രൂശിനോട് വളരെ ചേർന്നാ കിടക്കുന്നത്. ചില അടികൾ മാത്രം മാറിയാ കിടക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെക്കാളും വളരെ അടുത്ത് യേശു കർത്താവിന്റെ ശബ്ദവും ആമേൻ യേശു കർത്താവിന്റെ
ആ ആ ഫീലിങ്സും എല്ലാം വളരെ അടുത്തറിയുന്ന രീതിയിൽ രണ്ടുപേര് സിറ്റുവേറ്റഡ് ആണ്. എന്നാൽ ഒരുവന്റെ കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവിനെ ദൂഷിക്കുക പറയുന്നത്. ഹി ഈസ് നോട്ട് ഏബിൾ ടു ബിലീവ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക സാധ്യമാകുന്നില്ല. ആമേൻ സ്തോത്രം. എന്നിട്ട് ആമേൻ സ്തോത്രം, അവനിങ്ങനെ ദുഷിച്ചും കേഴ്സ് ചെയ്തും യേശു കർത്താവിന്റെ ശക്തിയിൽ അവിശ്വസിച്ചും യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമാകാതെ അവന്റെ ജീവിതത്തിൽ അവനൊരു ഫെയിലിയർ ആയിട്ടിരിക്കുകയാണ്. എന്നാൽ വലതുവശത്ത് മറ്റവനോ അവനെ ശാസിച്ചു. ആ കള്ളനോട് പറയുകയാണ്, അവനെ ശാസിച്ചു, ഡോണ്ട് സേ ദിസ്. അവൻ ഈ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയരുത്. എന്നിട്ട് പറയാ, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? സ്തോത്രം. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചത് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ യേശുവിനോട് നോക്കി, യേശു കർത്താവിനോട് ഈ കള്ളൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അവിടെ ഈ കള്ളൻ വിളിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? ആ യേശു ക്രിസ്തുവിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, നീ ഒരിക്കൽ രാജാവാകും, നീ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ we need to believe that definitely his will be established, അവന്റെ kingdom will be established, അവന്റെ രാജ്യം, അവന്റെ ആഗ്രഹം എന്നെ കുറിച്ചുള്ളത് ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുമെന്നുള്ള 100% ഉറപ്പാണ്. അതിന്റെ കഠിന ശോധനയിലായിരുന്നു എന്ന് പറഞ്ഞാലും ശരി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ആമേൻ തന്റെ നിസ്സഹായ അവസ്ഥയുടെ ഏറ്റവും മോശമായ ഒരു വെളിപ്പെടുത്തലിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും, പ്രൈസ് ദി ലോർഡ്, when the faith is challenged, when the savior is challenged, ആ മോമെന്റിൽ പോലും അവന്റെ രാജ്യത്വത്തിൽ വിശ്വസിക്കുന്നവനാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആമേൻ ദൈവസഭയുടെ വിശ്വാസത്തെയും ആമേൻ സ്തോത്രം ഒക്കെ വളരെ മോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയിൽ ലോകം മുഴുവൻ കണ്ടാലും, ആമേൻ സ്തോത്രം നമ്മുടെ വർക്ക് പ്ലേസിലും ജോലി, ആമേൻ സ്തോത്രം ബാക്കി ആമേൻ പഠിക്കുന്ന സ്ഥലങ്ങളിലും നിങ്ങളുടെ ആമേൻ അവസ്ഥകളിലും ഒക്കെ ഈ യേശു ക്രിസ്തുവിനെ പഴിച്ച് ദൂഷിച്ച് ആമേൻ സ്തോത്രം വളരെ നിസ്സഹായ അവസ്ഥയിൽ ഈ ബൈബിളിലെ സത്യങ്ങൾ പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് പോലും ആമേൻ ഈ ബൈബിള് സത്യമാണെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു രക്ഷയുണ്ടെന്നും നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന സമയത്ത് അവിടെയാണ് ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത്. ഇവിടെ ഈ കള്ളൻ പറയുകയാണ്, എനിക്ക് ഉറപ്പാണ്, now the savior is mocked in an uttermost form. ഇതുവരെയും ഈ യേശു ക്രിസ്തുവിനെ പരിഹസിക്കാവുന്നതിന്റെ അപ്പുറം എല്ലാവരും പരിഹസിച്ച് വസ്ത്രമുരിഞ്ഞ് ഈ യേശു ക്രിസ്തു അപമാനിതനായി, നിന്ദിക്കപ്പെട്ടവനായി, ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള, ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും ഈ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തു ഒരിക്കൽ രാജാവാകുമെന്നുള്ള വിശ്വാസത്തിലാണ് രക്ഷയിരിക്കുന്നത്. സ്തോത്രം. ദൈവപൈതലേ, നിന്റെ ജീവിതത്തെ നീ നോക്കുകയാണെങ്കിൽ നിന്റെ ക്രിസ്തുവിൽ നീ അർപ്പിച്ച വിശ്വാസം, ക്രിസ്തുവിൽ നീ അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ ക്രിസ്തുവിൽ നീ അർപ്പിച്ച ആ വിശ്വാസം ഇപ്പോൾ അത് മോസ്റ്റ് അഷെയിംഡ് ആയിട്ടുള്ള ഒരു രൂപത്തിൽ ലോകത്തിൽ പ്രൊജക്റ്റഡ് ആണെങ്കിൽ, ആമേൻ സ്തോത്രം, അവർ കർത്താവിനെ നിന്ദിക്കുന്ന രീതിയിൽ നിന്റെ ജീവിതം പോലും ആയി തീർന്നെങ്കിൽ, നിനക്ക് അതിന്റെ നടുവിലും കർത്താവിനെ നിനക്കൊന്ന് വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ? നിനക്കൊന്ന് വിശ്വസിക്കുവാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ച് പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. You will not have disgrace. Amen. You will not be disappointed. നിങ്ങൾ നിരാശപ്പെട്ടു പോവുകയില്ല. അപ്പോൾ നമ്മളെ നിരാശപ്പെട്ടു പോകാത്ത രീതിയിൽ പിടിച്ചു നിർത്തുവാൻ സാധ്യമാകുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ഗുഡ് ന്യൂസ് ഓഫ് സാൽവേഷൻ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ്. നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ പോകുന്ന ഒരു യാത്രയിലല്ല ആയിരിക്കുന്നത്. നിങ്ങൾ ആമേൻ സ്തോത്രം, നിങ്ങൾ ഡിസ്ഗ്രേസ്ഡ് ആകുവാൻ, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ബിക്കോസ് ദ ബൈബിൾ സേസ് സോ. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ആമേൻ. നിങ്ങൾ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെ കൊണ്ടുപോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ആമേൻ, ഇതെല്ലാം തുടങ്ങുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവെന്ന്, കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ആമേൻ. അൺലൈക്ക് ദ ജൂയിഷ് ഫെയ്ത്ത്, രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. You need to have that strong foundation, believe that yes, it's going to happen. ആമേൻ സ്തോത്രം. അത് സംഭവിക്കും. അത് ആ കള്ളന്റെ ജീവിതത്തിൽ നടന്ന കൺഫെഷന്റെ പുറകിൽ ശക്തമായ വിശ്വാസമാണ്. കള്ളൻ അറിയാം ഈ തൂങ്ങുന്നവൻ, ആമേൻ സ്തോത്രം, അല്പസമയത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുവെങ്കിലും ഐ നോ ദാറ്റ് ഹിസ് കിങ്ഡം വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. അത് അവന്റെ ഹൃദയത്തിൽ അവൻ അതിനെ വിശ്വസിച്ചതിന് ശേഷം അവന്റെ നാവ് കൊണ്ട് അവൻ ആ സാധ്യതകളുടെ നടുവിൽ അവൻ ഉറക്കെ പറയുകയാണ്, ഇവന്റെ രാജ്യം വരും, ആ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ അത് പോകുന്നു. ഒന്നെന്ന് പറയുന്നത് യൂണിറ്റ് ബിലീവ്
that it's going to happen for you. ആമേൻ, സ്തോത്രം. നമ്മൾ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ആ മോമെന്റിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് വിശ്വസിച്ചു, രണ്ടാമതായി നമ്മളത് ഏറ്റുപറഞ്ഞു എന്തിനു വേണ്ടിയാണ്? ഒന്നുമില്ല, ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാമായിരുന്നു, അത് അവിടെ തന്നെ രഹസ്യമായി വെക്കാമായിരുന്നു. എന്നാൽ ആമേൻ, അതിനെ ഉറക്കെ നമ്മൾ വിളിച്ചു പറയുന്നതെന്നെ ചോദിച്ചാൽ അത് ദൈവസന്നിധിയിലും മനുഷ്യന്റെ മുമ്പാകെ ഒരു സാക്ഷ്യം നമ്മൾ ഉറക്കെ പറയുകയാണ്. ഉറക്കെ പറഞ്ഞതിന് ശേഷം ലോകത്തോടും ദൈവത്തോടും പറയുകയാണ്, ഇനിയും രണ്ട് തട്ടിൽ ഉള്ള ഒരു കളി എനിക്കില്ല. ഇനിയും ഞാൻ ആമേൻ നരകത്തിന് അവകാശിയായി, ഇനിയും ഞാൻ ഒരു ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഒരു തടവറയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോലെ നശിക്കുന്ന ആ ഒരു അവസ്ഥയിലില്ല. ഞാൻ എന്റെ ആമേൻ എനിക്ക് പിടിക്കേണ്ട പക്ഷം ഞാൻ പിടിച്ചു കഴിഞ്ഞു. അതെന്റെ ഹൃദയത്തിലുള്ള തീരുമാനത്തെ ഞാൻ ഉറക്കെ അത് വിളിച്ച് പറയുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു ഹൃദയത്തിൽ. രണ്ടാമതായി അതിനെ ഉറക്കെ വിളിച്ചു പറയുന്നു. അത് ലോകമറിയണം, അത് ദൈവം അറിയണം. സ്തോത്രം. നാം ആരുടെ പക്ഷത്താണെന്ന് ലോകം അറിയണം. ആ രീതിയിൽ അത് അറിയത്തക്ക രീതിയിൽ നമ്മൾ അവിടെ പാർട്ടീഷൻ ആവുകയാണ്. നമ്മൾ അവിടെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. സ്തോത്രം. എന്നിട്ട് പറയാണ്, അവനിൽ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് അവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. സ്തോത്രം. സോ ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് നിങ്ങൾക്കൊരു നല്ല വർത്തമാനം ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് ആമേൻ കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വത്ത് നിങ്ങളുടെ ആമേൻ അകന്ന ഒരു ബന്ധുവിന്റെ മരണശേഷം ആ ബന്ധു നിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു വലിയ ഇൻഹെറിറ്റൻസ് നിങ്ങളുടെ മുമ്പിൽ ആമേൻ സ്തോത്രം അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമാണല്ലേ. നിങ്ങൾ ഇതുവരെയും അറിയാത്ത ഒരു വ്യക്തി ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ വില്ലിൽ നിങ്ങളുടെ പേരെഴുതിയതിനു ശേഷം ആ മരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം പിന്നീട് അത് അറിയുന്നു, അത് ഇന്നയാൾ ആമേൻ എനിക്ക് വേണ്ടി ഇത്രയും വലിയ കോടികളുടെ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്റെ ആമേൻ സ്തോത്രം നിങ്ങളുടെ ഭാരങ്ങളെ നാൾതോറും വഹിക്കുന്നു. മരണപാശങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നു. ആമേൻ സ്തോത്രം. പാതാള ശക്തികളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നു. ആ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സകലതും സാധ്യമായി തീരും. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. But the bad news is that no one told you about this. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിക്കേ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ ഇൻഹെറിറ്റൻസ് ആരോ എവിടെയോ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചു. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ, നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയും, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപ്പരത്വത്തിൽ തന്നെ ജീവിക്കും. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കുടിലിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെയാണ് യേശു കർത്താവിന്റെ ഗുഡ് ന്യൂസ് മനുഷ്യന്റെ മേൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ആമേ, ചിലരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. യേശു കർത്താവിന്റെ ഇൻഹെറിറ്റൻസ് അവർ വിശ്വാസത്താൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് അവർക്ക് വേണ്ടി മരിച്ചു, ആ യേശു കർത്താവ് അവർക്ക് വേണ്ടി ആമേ സ്തോത്രം ഉയർത്തെഴുന്നേറ്റു. ആ സമ്പന്നത നൽകുന്ന ആ വർത്തമാനം കേൾക്കുവാൻ സാധ്യമാകാതെ അവരിപ്പോഴും പാപത്തിന്റെ തറവാട്ടിൽ പാവപ്പെട്ടവനായി ജീവിക്കുന്നു. എന്നാൽ ദൈവ പൈതലേ, നീ പാപത്തിന്റെ തറവാട്ടിൽ പാവപ്പെട്ടവനായി കുടിലിൽ താമസിക്കേണ്ട ഒരു വ്യക്തിയല്ല. പിശാചിന്റെ അടിമയായി നിരാശയുടെ വക്കിൽ, ഡിസ്ഗ്രേസിന്റെ വക്കിൽ, ആമേൻ ആമേൻ അവിശ്വാസത്തിന്റെ അനുഭവത്തിൽ ഭാരപ്പെട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. സ്വർഗീയ കൊട്ടാരത്തിലെ സകല സുഭിക്ഷതയോടും കൂടെ വളരണ്ട ആമേൻ രാജാവിന്റെ മക്കളാണ് നിങ്ങൾ. ആകയാൽ ഈ ഗുഡ് ന്യൂസ് നിങ്ങൾക്കൊന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കുവാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊരു വിശ്വാസത്തിന്റെ ദിവസമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ കർത്താവ് നിറയ്ക്കുന്ന ഒരു സമയമാണ്. ആമേൻ. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സമയമുണ്ടായിരുന്ന വിശ്വാസത്തെ നമുക്കിപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സമ്പന്നതയിൽ ജീവിക്കുവാൻ we need to keep hearing the good news. ആ ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഈ ലോകം നിങ്ങളോട് പറയും ഇത് നിങ്ങൾക്ക് സാധ്യമാവുകയില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും നിരാശയിലേക്ക് പോവുകയുള്ളൂ. നിന്റെ ഈ ജീവിതത്തിന്റെ ചക്രം പൊക്കോണ്ടിരിക്കുന്നത് നിരാശയിൽ നിന്നും നിരാശയിലേക്കാണ്, തോൽവിയിൽ നിന്നും തോൽവിയിലേക്കാണ്, നിഴലിൽ നിന്നും ഇരുളിലേക്കാണ്, പരാജയത്തിൽ നിന്നും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണെന്ന് ലോകം പറയുമ്പോൾ, ആമേ സ്തോത്രം, നാൾ തോറും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിന്റെ ആ ജീവന്റെ സമ്പന്നതയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരുമോ? പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ശ്രേഷ്ഠകരമായിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എപ്പോഴും ആ വിശ്വാസത്തെ നമ്മൾ കൺഫസ് ചെയ്യണം. We need to say that yes, I am a child of God. ഞാൻ ആ രാജാവിന്റെ മകനാണ്, ആ രാജാവിന്റെ മകളാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ സ്ഥിതിക്ക് ആമേ സ്തോത്രം അതിന്റെ ഫുൾ റെവലേഷനിൽ ആ അനുഗ്രഹം റിവീൽ ആയിട്ടില്ല എങ്കിലും ആമേ സ്തോത്രം ഹല്ലേലൂയ എനിക്ക്
എനിക്കൊരു വലിയ ഇൻഹെറിറ്റൻസ് വന്നു കഴിഞ്ഞു, ഞാൻ ആ ഇൻഹെറിറ്റൻസിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ ഏകദേശം 7000-ഓളം പീപ്പിൾ ഗ്രൂപ്പ്സ്, അതായത് വിവിധ കൾച്ചറുകളിൽ ജീവിക്കുന്ന ഏകദേശം 7000 സംസ്കാരങ്ങൾ, കൾച്ചറുകൾ, ഇതുവരെയും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സംസ്കാരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നോക്കുക, 10,000-കണക്കിനുള്ള പീപ്പിൾ ഗ്രൂപ്പ്സിൽ ഏകദേശം 7,000 പീപ്പിൾ ഗ്രൂപ്പ്സ് never have heard that there is such gospel, there is such salvation that is attainable through just faith. വിശ്വാസത്താൽ അംഗീകരിക്കുവാൻ സാധ്യമായ സ്തോത്രം ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ടെന്ന് ഇതുവരെ കേട്ട് അംഗീകരിക്കാത്ത ഏകദേശം 7000-ഓളം വിഭാഗങ്ങളുണ്ട്. സ്തോത്രം. ബൈ ഗോഡ്സ് ഗ്രേസ് യു നോ ദാറ്റ് ജീസസ് ലവ്സ് യു. ദൈവകൃപയാ നിങ്ങൾക്കറിയാം ഈ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമാകാത്ത അനേകർ ഇന്ന് ഭൂമിയിലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ കിട്ടിയ ഭാഗ്യ അവസരമാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഇന്റലക്ച്വൽസ് ഒരിക്കൽ ഇരിക്കുന്ന ഒരു വലിയ ലെക്ചർ ഹാളിൽ ഒരു സുവിശേഷകൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ ടേൺ ആയിരുന്നു അവിടെ പ്രസംഗിക്കുക എന്നുള്ളത്. അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചത് സ്തോത്രം വയലുകളിലും സ്തോത്രം കൂലിപ്പണി ചെയ്യുന്ന അവർക്ക് ഒക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ യേശു കർത്താവിന്റെ സുവിശേഷം അദ്ദേഹം പറയുവാൻ തുടങ്ങി. ഏറ്റവും ലളിതമായ ഭാഷയിൽ സ്തോത്രം. ഇന്റലക്ച്വൽ മൈൻഡ്സിന് ആ അറിവുകളെല്ലാം വളരെ സില്ലിയായി തോന്നി. ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് ഒരുവൻ എഴുന്നേറ്റ് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വളരെ ലളിതമായ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞത്? ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള വാക്കുകളും ഒക്കെ പറഞ്ഞ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലായിരുന്നോ നിങ്ങൾ ഈ സുവിശേഷം പറയേണ്ടത്? സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ആ സുവിശേഷം ഇങ്ങനെയാ പറയുന്നത്, യു ആർ നത്തിങ് ബെറ്റർ ദാൻ സംബഡി ഹു ഈസ് വർക്കിംഗ് ഇൻ എ ഫീൽഡ്. നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇന്റലക്ച്വൽസിന്റെ നടുവിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്തോത്രം ഈ ഭൂമിയിൽ അറിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ വ്യക്തികളെക്കാളും അറിവ് കുറഞ്ഞ ആത്മീയ അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. നമ്മളെ അറിവുണ്ടാക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ അറിവുകളും നിങ്ങൾക്കില്ലായിരിക്കാം. എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ സിമ്പിൾ നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളെക്കാളും അറിവുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ അറിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഈ ഭൂമിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ വന്നു കഴിഞ്ഞു. ഈ ഭൂമിയിൽ നിങ്ങൾ കേൾക്കേണ്ട ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ ഏറ്റവും ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ സുവിശേഷത്തെ എഴുതി വെച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അറിവിന്റെ പുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ വന്നു കഴിഞ്ഞു. ഈ വേദപുസ്തകത്തിലെ ക്രിസ്തു നിങ്ങളുടെ തലച്ചോറിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അതരത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ, സ്തോത്രം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് നിങ്ങളുടെ ഉള്ളിലായി കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അറിവ് ഏതാണ്? സ്തോത്രം. വൈറസുകളെ കുറിച്ചുള്ള പഠനമാണോ? ബയോളജി ആണോ? കെമിസ്ട്രി ആണോ? സ്തോത്രം. ഫിലോസഫി ആണോ? ഏതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അറിവ്? ഈ ഭൂമിയിലുള്ള സകല അറിവുകളെയും സ്തോത്രം ഒരു കണ്ടെയ്നറിനകത്തിട്ടാലും അതിനേക്കാളും വലിയ അറിവെന്ന് പറയുന്നത് ജീസസ് ലവ്സ് മീ, യെസ് ഐ നോ, ഫോർ ദ ബൈബിൾ ടെൽസ് മീ സോ. യേശു എന്നെ സ്നേഹിക്കുന്നു, വിശുദ്ധ തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെക്കാളും ജ്ഞാനിയായിട്ടുള്ള ഒരുവനില്ല. അതുകൊണ്ട് ഓർത്തോണം, യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അറിവും ആവശ്യമില്ല. ഈ യേശു ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നടുവിലായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ പറ്റും. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞു വെച്ചാൽ മതി, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങളെക്കാളും ജ്ഞാനി ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് നോക്കണം, ഓൾവേസ് നിങ്ങളെക്കാളും നല്ല ഡിഗ്രി ഉള്ളവർ നിങ്ങളോടുകൂടെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളെക്കാളും നല്ല ഗവേഷണം നടത്തി തലച്ചോറിൽ കൂടുതൽ അറിവുള്ളത് നിങ്ങളോടുകൂടെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അവർക്ക് യേശു ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിയില്ലാത്തവരാണ്. യേശു ഉള്ളവന്റെ അത്രയും ബുദ്ധി, യേശു ഉള്ള അവന്റെ അത്രയും അറിവ് ഈ ഭൂമിയിൽ മറ്റൊരാൾക്കുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ സ്തോത്രം അംഗീകരിക്കേണ്ട ഈ വചനം, സ്തോത്രം, ഇങ്ങനെയാ പറയുക, യഹൂദനെന്നും യവനനെന്നുമില്ല. സ്തോത്രം.
പ്രൈസ് ദി, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അതിനുശേഷം പറയുകയാണ്, നമ്മുടെ കർത്താവ് നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായ കർത്താവാണ്. ഹി വിൽ ഗിവ് യു എവറിത്തിങ് യു നീഡ്. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് ആവശ്യമുള്ളത് സകലതും നൽകുവാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, സമ്പന്നനായ ദൈവമാണ്. വാട്ട് ഈസ് അവർ പ്രൈമറി വെൽത്ത് ദാറ്റ് വി നീഡ് ടു ഹാവ്? നമുക്ക് ആവശ്യമുള്ള ആ പ്രൈമറി വെൽത്ത് എന്താണ്? ആമേൻ, സ്തോത്രം. നമുക്ക് ആവശ്യമുള്ള ആ പ്രൈമറി വെൽത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. നമുക്ക് ആവശ്യമുള്ള ആ പ്രൈമറി, ആമേൻ, സ്തോത്രം, നീഡ് എന്ന് പറയുന്നത് ബി റിക്കൺസൈൽഡ് ടു ഗോഡ്, ദൈവവുമായി നിരപ്പാകുക എന്നുള്ളതാണ്. ദൈവവുമായി നമ്മൾ നിരപ്പായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി കിട്ടുന്നതെല്ലാം ബോണസ് ആണ്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഒരു സഹോദരിയുടെ, ആമേൻ, നിങ്ങൾ പലപ്പോഴും ആ വീഡിയോ കണ്ടതാണ്. അതിനകത്ത് ആ സഹോദരിയുടെ മരണത്തിന്റെ സമയത്ത് ആമേൻ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്ന ആ ദിവസം, ആമേൻ, സ്തോത്രം, ആണ് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഏത് ദിവസം അറിഞ്ഞോ അന്ന് തുടങ്ങിയുള്ള ബാക്കി എല്ലാ ദിവസവും നിങ്ങളുടെ ബോണസ് ദിവസമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്നുള്ള സുവിശേഷം അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നിങ്ങൾ അറിഞ്ഞ ഏറ്റവും വലിയ അറിവ്. അതിനുശേഷം നിങ്ങൾ വായിക്കുന്ന ഏതറിവും, ആമേൻ, സ്തോത്രം, പ്രൈസ് ലോർഡ്, അതൊരു ബോണസ് നോളജ് മാത്രമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാണ്, ആമേൻ, ആ രക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിലയേറിയ സർട്ടിഫിക്കറ്റ്. ഡു യു ഹാവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് സാൽവേഷൻ? യേശു ക്രിസ്തുവിന്റെ, ആമേൻ, മകനാണ്, മകളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ആമേൻ, അതിനോടുകൂടെ ചേർത്ത്, ആമേൻ, നിങ്ങൾക്ക്, ആമേൻ, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, ബാച്ചലർ ഓഫ് ഡിവിനിറ്റി, ആമേൻ, സ്തോത്രം, MDiv കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ MTech കാണും, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കാണും, നിങ്ങൾക്ക് ഫിലോസഫിയിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രാവീണ്യതയുള്ള അനേകം സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ രക്ഷയുടെ സർട്ടിഫിക്കറ്റിന്റെ, ആമേൻ, ആമേൻ, അടുത്തുപോലും ചേർത്ത് വെക്കുവാൻ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് വിലയില്ല. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ നിങ്ങളുടെയും കരങ്ങളിലുള്ളത്. അതെന്ന് പറയുന്നത് രക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പല കോളേജുകളിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എത്രയോ സന്തോഷമാണ്. അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്നറിയാമോ? ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞുകൊണ്ട്, ആമേൻ, സ്തോത്രം, അവന്റെ രക്ഷയെ സ്വായത്തമാക്കുന്ന ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഐ ആം സേവ്ഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. സ്തോത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമുള്ള കാര്യമാണ്. ആമേൻ, നിങ്ങളുടെ കൂടെ റൂമിൽ താമസിക്കുന്ന ആ റൂംമേറ്റ്, ആമേൻ, ദോഷമൊന്നും ചെയ്യാത്ത ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു വ്യക്തി ആയിരിക്കാം. ആമേൻ, സ്തോത്രം. നാവ് കൊണ്ട് ആരെയും ദുഷിക്കാത്ത, ആമേൻ, മനസ്സുകൊണ്ട് ആരെയും മോശമായി ചിന്തിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഈ ഭൂമിയിലെ ഏറ്റവും നൈസസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവനെ യേശു അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവനെ ബൈബിൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ദുഷ്ടൻ എന്നുള്ള പേരാണ്. യേശു ഇല്ലാത്ത എല്ലാവരും വിക്കടാണ്. ആമേൻ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക്, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവിന്റെ പൈതൽ എന്നുള്ള ആ ഒരു വലിയ പ്രിവിലേജിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധ്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ആമേൻ, നമുക്ക് ലജ്ജ നൽകുന്ന അവസ്ഥകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും ദൈവവൈതലേ. ആമേൻ, നമ്മൾ പാപ്പരായി പോകുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെ കർത്താവിൽ നിനക്കൊന്ന് വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ നിനക്ക് ലജ്ജിച്ചു പോകുവാൻ ഈ ദൈവം അനുവദിക്കുകയല്ല. നിന്റെ കർത്താവിൽ നിനക്കൊന്ന് വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ, ആമേൻ, സ്തോത്രം, നിന്റെ സമ്പന്നത നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കൊന്ന്, ആമേൻ, ആശ്രയം വെക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒരു ഡിസ്ഗ്രേസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല. സ്തോത്രം. നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ആമേൻ, ലജ്ജിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ദാറ്റ് വൈറ്റ് ത്രോൺ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ആമേൻ, വെള്ള സിംഹാസനം എന്ന് പറയുന്ന, ആമേൻ, ഈ കാലത്തിന്റെ അവസാനം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന വെള്ള സിംഹാസനം എന്ന് പറയുന്ന ആ, ആമേൻ, സ്തോത്രം, സിംഹാസനത്തിന് മുമ്പിൽ, ആമേൻ, സ്തോത്രം, ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരുപോലെ പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു ക്രിസ്തു ഇല്ലാത്ത സകലരും അവിടെ അപമാനിക്കപ്പെടും, ലജ്ജിക്കപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ആ ന്യായവിധി ദിവസം നമ്മൾ നാണം കെടുവാൻ കാരണങ്ങൾ പലതാണ് ദൈവവൈതലേ. ആ ന്യായവിധി ദിവസം വൈറ്റ് ത്രോൺ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന സമയത്ത് നാണക്കെടുവാൻ, ലജ്ജിതരാകുവാൻ അനേകം കാരണങ്ങളുണ്ട്. സ്തോത്രം. അവിടെ നിരത്തി വെക്കുവാൻ അനേകം കാരണങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ഓരോ, ആമേൻ, ചിന്തകളും നിങ്ങൾ ചിന്തിക്കുന്ന ആ മോമെന്റിൽ തന്നെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ആ മോമെന്റിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ഗ്രേസ് എങ്ങനെയുള്ളതായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ആ ചിന്ത നിങ്ങളുടെ സമ്മതം കൂടാതെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വാളിൽ തെളിഞ്ഞാൽ, അത് ലോകം മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡിസ്ഗ്രേസ് എങ്ങനെയായിരിക്കും? നിങ്ങൾക്കുണ്ടാകുന്ന ലജ്ജ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു ചിന്ത ചിന്തിച്ചാൽ മതി, അത് ആ മോമെന്റിൽ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പതിയുകയാണ്. ആമേൻ, സ്തോത്രം. ഓരോ ചിന്തകളും ഓരോ നിമിഷം അപ്ഡേറ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്രയോ ഡിസ്ഗ്രേസ്ഫുൾ ആയിരിക്കും, അല്ലെ? സ്തോത്രം. എന്നാൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അതെ, ഇങ്ങനെ തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സകല ചിന്തകളും വാക്കുകളും അതേ സമയം അതാത് സമയങ്ങളിൽ തന്നെ, ആമേൻ, വിതിൻ സെക്കൻഡ്സ്, വിതിൻ മിനിറ്റ്സ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ആ മോമെന്റിൽ തന്നെ അത് ദൈവസന്നിധിയിൽ അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. ആമേൻ. കാരണം അവന്റെ സന്നിധിയിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, നമ്മുടെ ഡിസ്ഗ്രേസിനെ, ആമേൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ തുറന്നാൽ, ആമേൻ, സ്തോത്രം, ന്യായവിധി ദിവസം നാണം കെടുവാൻ, ആമേൻ, നമ്മുടെ വാളുകളിൽ ഉള്ളത് പലതും പലതാണ്. എന്നാൽ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ആ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആമേൻ, സ്തോത്രം, 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 നിങ്ങൾ ലജ്ജിതരാകുവാൻ ഈ യേശു ക്രിസ്തു അനുവദിക്കുകയില്ല. അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അവന്റെ രാജ്യത്തിന്, ആമേൻ, സ്തോത്രം, ഉടമകളാകുന്ന ദൈവപൈതലായി തീരുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ആമേൻ, സ്തോത്രം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിന്റെ തുടർച്ച അവകാശമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കണ്ടിന്യൂവേഷൻ ആണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ-18 ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നീ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറയുകയാണ്, നിന്നിലൂടെ ഒരു സന്തതി വരുവാൻ പോകുന്നു. ആ സന്തതി മുഖാന്തരം ഈ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെയുള്ള ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ടു ഫോൾഡ് ബ്ലെസ്സിങ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ബയോളജിക്കൽ ബ്ലെസ്സിങ്, അതായത് നിന്നിലൂടെ ഒരു വലിയ ബ്ലെസ്സിങ് ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാകുവാൻ പോവുകയാണ്. അതെ, ആമേ, സ്തോത്രം, അനേകർ, ആമേ, ബയോളജിക്കലി നിന്റെ മക്കളായി തീരും. എന്നാൽ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ്, അതായത് അബ്രഹാമിന് ദൈവം നൽകിയ ആത്മീയ സന്താനങ്ങളുടെ, ആമേ, സന്തതി പരമ്പരകളിൽ വരുന്നവരാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, ആമേൻ, യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാമിന്റെ ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങില്, ആമേൻ, ഭാഗമാകുവാൻ ദൈവം നമുക്കൊരു അവകാശം നൽകിയിരിക്കുകയാണ്. അബ്രഹാമിന്റെ ഏത് സന്തതിയിലൂടെയാണ് നമുക്ക് ഈ അനുഗ്രഹം വന്നു ചെയ്തത്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അബ്രഹാമിന്റെ സന്തതിയിൽ, ആമേൻ, അനുഗ്രഹത്തെ ഈ ലോകത്തിൽ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏകാവകാശിയായി, ആമേൻ, സ്തോത്രം, ആദ്യാവകാശിയായി, ആമേൻ, സ്തോത്രം, അവസാനത്തേതും ആദ്യത്തെയുമായിട്ടുള്ള പരമോന്നതമായ അവകാശിയായി നമ്മുടെ യേശു കർത്താവ് അവിടെ നിൽക്കുകയാണ്. ഹീസ് എ സോവറിൻ, ആമേൻ, പരമോന്നതമായിട്ടുള്ള അവകാശി നമ്മുടെ കർത്താവാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ആമേൻ, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ-18, നീ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എന്നാൽ ഈ അനുഗ്രഹത്തെ പലപ്പോഴും അബ്രഹാമിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് കളയുവാൻ അബ്രഹാമിന്റെ മക്കളിലൂടെയൊക്കെയും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ, ആമേൻ, ഇസ്ഹാക്കിനുള്ള ബന്ധത്തിൽ, ആമേൻ, സ്തോത്രം, നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആമേൻ, ഈ അനുഗ്രഹത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ ദൈവം, ആമേൻ, ദൈവത്തിന്റെ, ആമേൻ, ദാസനോട്, ആമേൻ, ഇങ്ങനെയാ പറയുന്നത്, നീ മിസ്രയീമിലേക്ക് മടങ്ങി പോകരുത്. ആമേൻ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ നോക്കിക്കൊള്ളുക, ആമേൻ, സ്തോത്രം, അബ്രഹാമിന്റെ തലമുറ പലപ്പോഴും ഈ അനുഗ്രഹത്തിന്റെ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിന് വേണ്ടി, അനുഗ്രഹ പ്രദേശത്ത് നിന്ന് ഓടിപ്പോയി, ആമേൻ, സ്തോത്രം, അടിമ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി കാലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം സമയങ്ങളിൽ ഇറങ്ങി വന്ന്, ആമേൻ, ആ തലമുറയെ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ഒരു വചനം, ഒരു വാഗ്ദത്തം, ആമേൻ, ദൈവം നൽകുകയാണ്. ഞാൻ നിന്നോട്, നീ മിസ്രയീമിലേക്ക് ഓടിപ്പോകരുത്. ദൈവം ഇതിലെ പലപ്പോഴും നമ്മുടെ ജീവിതം ഡിസ്ഗ്രേസ്ഫുൾ ആയി, നമ്മുടെ ജീവിതം ഡിസ്കറേജ്ഡ് ആയി, ആമേൻ, നിരാശപ്പെട്ട അവസ്ഥയിൽ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകാം, മിസ്രയീമിലേക്ക് തന്നെ പോകാം. അവിടെയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ വീണ്ടും അവിടെ ജീവിക്കാം. ആമേൻ, പിതാക്കന്മാർ ജീവിച്ചതുപോലെ, ആമേൻ, വിദേശ രാജ്യത്ത്, ആമേൻ, സ്തോത്രം, അടിമകളെ പോലെയെങ്കിലും ജീവിക്കാമെന്നുള്ള അവസ്ഥയിൽ, ആമേൻ, സ്തോത്ര, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ
അനുഗ്രഹിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ ഞാൻ വായിച്ച വചനത്തെ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുകയാണ്. ഇന്നൊരു ബ്ലെസ്സിങ്ങിനെ ദൈവം നിങ്ങളുടെ മേൽ കൈമാറുവാൻ സാധ്യം ആഗ്രഹിക്കുന്നു. ആ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങൾ ഒരു പാട്ട് പാടുവാൻ പോവുകയാണ്. ആമേൻ. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ പറ്റുമോ? നിങ്ങളുടെ കാലുകളെ ഒന്ന് ഉറപ്പിക്കുവാൻ പറ്റുമോ? നിങ്ങൾ ഈ ദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അടിമ വീട്ടിലേക്ക് വീണ്ടും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാതെ ക്ഷാമത്തിന്റെ സമയത്തും ക്ഷാമപ്രദേശത്തും നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ദിനം പ്രതി നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വെക്കുവാൻ സാധ്യമായി തീരുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളുടെ കൂടെ ചേർന്ന് ആമേൻ ഈ പാട്ടിന്റെ സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വൻവീണകൾ വന്നിടുവിൽ വലയുകയിൽ എൻ ഹൃദയം. വൻവീണകൾ വന്നിടുവിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലവൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലവൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപാ പെരുന്നാഥിയേ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപാ പെരുന്നാഥിയേ. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും. തള്ളിടുമോ ഏഴയന്മേ തീരുമോ നിൻ സ്നേഹമെന്നിൽ. തള്ളിടുമോ ഏഴയന്മേ തീരുമോ നിൻ സ്നേഹമെന്നിൽ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപാ പെരുന്നാഥിയേ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപാ പെരുന്നാഥിയേ. അനുദിനം നിൻ പാദം ഗേദിയേ ആടിയാനു നിൻ കൃപ മതിയേ. അനുദിനം നിൻ പാദം ഗേദിയേ ആടിയാനു നിൻ കൃപ മതിയേ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപാ പെരുന്നാഥിയേ. അനുഗ്രഹത്തിൻ ആധിപതിയേ കൃപാ പെരുന്നാഥിയേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആമേൻ. സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ
നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങളുടെ കണ്ണുകളെ ഈ സമയം ഒന്ന് അടയ്ക്കുവാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ആ സ്ക്രീനിന് നേരെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആമേൻ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ നാവിനെ ഒന്ന് തുറന്ന് നിങ്ങൾക്ക് ആ കർത്താവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമായി തീരുമോ? ആമേൻ, ഹല്ലേലൂയ. ഇത് വളരെ ലളിതമായി നിങ്ങളുടെ മുമ്പിൽ കർത്താവ് അത് ആക്കി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് അതിനൊന്ന് ഉറക്കെ പറയുവാൻ പറ്റുമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഈ ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അതെ, ആ ഗുഡ് ന്യൂസിനെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം ചെയ്തു കഴിഞ്ഞു. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും നേടിക്കഴിഞ്ഞു. നിങ്ങൾ ഇനിയും ആമേൻ, സ്തോത്രം, പാപത്തിന്റെ കുടിലിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. പരാജയത്തിന്റെ കുടിലിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് യേശു നൽകി കഴിഞ്ഞു. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമേൻ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ശ്രവിക്കുവാൻ നൽകിയ ഭാഗ്യ അവസരത്തിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ഈ യേശു കർത്താവാകുന്ന ഗുഡ് ന്യൂസിനെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ആമേൻ, സ്തോത്രം. ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ അത് മനസ്സിലാക്കുന്ന കർത്താവേ, സ്തോത്രം. ഈ ഭൂമി ആമേൻ മുന്നേറുന്നത്, ഇത് നടന്നു പൊക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആമേൻ, ഹല്ലേലൂയ, ശിക്ഷാ ദിവസത്തിലേക്കാണ്, ഒരു വലിയ നാശത്തിലേക്കാണ്. എന്നാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാവുകയില്ല. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകും, ഞങ്ങൾക്ക് സമ്പത്തുണ്ടാകും, ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. ആമേൻ, ഞങ്ങൾ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആകയാൽ ഞങ്ങളുടെ ഭാരങ്ങളെ എല്ലാം അങ്ങയുടെ സന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ സമയം ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള അങ്ങയുടെ അനുഗ്രഹ സമ്പത്തിൽ ഞങ്ങൾ ഈ സമയം ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഒരു നല്ല ആഴ്ച ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ മശിഹ തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളോട് എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. നമ്മുടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബി ബ്ലെസ്ഡ്. ദി ഗുഡ് ന്യൂസ് ഈസ് ഇൻ യുവർ ഹോം. നല്ല വാർത്ത നിങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ സമ്പന്നതയിൽ ജീവിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.